This is our next chapter, reading and understanding. റീഡിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്ന ഭാഗത്തിൽ വരുന്ന ഒരു ചാപ്റ്റർ ആണിത്. നിങ്ങൾക്കൊരു കുറച്ചും കൂടെ വായിക്കാനോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഒന്ന് ഫ്ലുവൻ്റ് ആക്കാനൊക്കെ വേണ്ടിയിട്ട് തരുന്ന ഒരു ചാപ്റ്റർ ആണിത്. ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എത്രത്തോളം നമുക്ക് സ്ട്രെസ് എന്ന് പറയുന്ന ഒരു കാര്യം അഡോൾസെന്റ് ഏജിലായിട്ടുള്ള കുട്ടികൾക്ക് സ്ട്രെസ് എന്ന് പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവരുടെ ലൈഫിനെ ബാധിക്കുന്ന ഒരു കാര്യമായിട്ട് സിറ്റുവേഷൻ ആയിട്ട് ഇപ്പൊ ചേഞ്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എന്നതിനെ പറ്റിയിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ സ്ട്രെസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ ലൈഫിൽ നമ്മൾ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് അല്ലെ. ഇൻ മോർ അഡോൾസെന്റ് ഏജിലുള്ള കുട്ടികൾക്കാണ് ഈ സ്ട്രെസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ അവരാണ് അനുഭവിക്കുന്നത്. പാരന്റ്സിൽ നിന്ന്, ടീച്ചേഴ്സിൽ നിന്ന്, സൊസൈറ്റിയിൽ നിന്ന്, അതുപോലെ ഫ്രണ്ട്സിൽ നിന്ന് എല്ലാം അവർക്ക് ഒരുപാട് സിറ്റുവേഷൻസ് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ആൻഡ് ബൈ ദാറ്റ് അവർക്ക് ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്നുണ്ട് ലൈഫിൽ. ഇപ്പം എക്സാമിൽ ഫെയിൽ ആവുമോ, അല്ലെങ്കിൽ ഞാൻ പാസ് ആവുമോ, എൻ്റെ ലൈഫ് എന്താവും, നെക്സ്റ്റ് ചാൻസ് ഞാൻ എന്തിനാ കൊടുക്കണ്ടേ, എന്താണ് ഞാൻ ചൂസ് ചെയ്യേണ്ടത്, ഇങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് വരുന്ന ഒരു പ്രായമാണ് നമ്മുടെ അഡോളസെന്റ് ഏജ് എന്ന് പറയുന്നത്. ഇപ്പം കുട്ടികളിൽ നമ്മൾ ചെലുത്തുന്ന ഓരോ കാര്യങ്ങളും അവർക്ക് ആങ്സൈറ്റി, സ്ട്രെസ് പോലെയുള്ള ഒരുപാട് ഡിപ്രഷൻ സ്റ്റേജിലേക്ക് എത്തിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അഡോളസെന്റ് ലെവലിലുള്ള കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു പ്രശ്നമാണ്, ഒരു 10th എത്തിയ കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഞാൻ പാസ് ആവൂ, ഞാൻ ജയിച്ചില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഫെയിൽ ആയിപ്പോയാൽ ഞാൻ എന്ത് ചെയ്യും, പാരന്റ്സ് വഴക്കു പറയില്ലേ, ടീച്ചേഴ്സ് കളിയാക്കില്ലേ, കൂട്ടുകാർ വഴക്കു പറയില്ലേ, അല്ലെങ്കിൽ കൂട്ടുകാരുടെ മോശമായിട്ടുള്ള ഒരു പ്രതികരണം ഞാൻ കേൾക്കേണ്ടി വരില്ലേ, ഇതൊക്കെയാണ് അവർ ആലോചിച്ചു കൂട്ടുന്നത്. സ്ട്രെസ്സും ആങ്സൈറ്റിയും കൂടിയിട്ട് സൂസൈഡ് ചെയ്യുന്ന കുട്ടികൾ പോലും ഒരുപാട് നമ്പേഴ്സിൽ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ അറിയണം എങ്ങനെയൊക്കെ നമുക്ക് സ്ട്രെസ് എന്ന് പറയുന്നതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ എങ്ങനെയാണ് സ്ട്രെസ് വരുന്നത് എന്നാ പറഞ്ഞിരുന്നത്. സെക്കൻഡ് പാർട്ടിൽ അതെങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും, എന്തൊക്കെ നമ്മൾ സ്ട്രെസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യണം, എന്തൊക്കെ ആക്ടിവിറ്റീസ് നമുക്ക് ഇൻവോൾവ് ആവാം, ഇതിനെ പറ്റിയിട്ടൊക്കെയാണ് പറയുന്നത്. സോ ഫസ്റ്റ് പാർട്ട് എന്താന്ന് നോക്കാം നമുക്ക്. ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്നത് സ്റ്റുഡൻസ് സ്ട്രെസ്സിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ കുട്ടികൾ അനുഭവിക്കുന്ന മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളെ പറ്റിയിട്ടാണ്. ഈ ഒരു പാർട്ടിനകത്ത് നമുക്ക് ഗുഡ് മെമ്മറി കപ്പാസിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം ചെയ്യണം. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നത് എഡ്യൂക്കേഷൻ ആണ് അല്ലെ. ആ ഒരു സമയത്ത് ആ ഒരു പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഒരുപാട് പേര് ബൈ ഹാർട്ട് ചെയ്യുന്ന ആളുകളാണ്. പഠിക്കുന്ന കാര്യങ്ങൾ അതേപോലെ ബൈ ഹാർട്ട് ചെയ്ത് വെക്കും. എക്സാം ഹാളിൽ ചെല്ലുമ്പം ഒരു വേർഡ് നമ്മൾ മിസ്സായി പോയാൽ, ഒരു വേർഡ് നമുക്ക് കിട്ടാതായി പോയാൽ ബാക്കി ഒന്നും എഴുതാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വരും. സോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ മെമ്മറി പവർ കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഫസ്റ്റ് ഓഫ് ഓൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുക? നമ്മുടെ മെമ്മറി പവർ കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഡയറ്റ് ചെയ്യാൻ പറ്റും. ഗുഡ് ബ്രെയിൻ ഉണ്ടെങ്കിലേ നമുക്ക് ഗുഡ് മെമ്മറി പവർ കിട്ടുള്ളൂ അല്ലേ. അപ്പൊ ഒരു ഗുഡ് ബ്രെയിനിന് വേണ്ടിയിട്ട് നമുക്ക് ഡയറ്റ് ചെയ്യാൻ പറ്റും. ഫുഡിൽ എത്രത്തോളം നമുക്ക് ന്യൂട്രിയൻസും പ്രോട്ടീൻസും വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഫുഡ് ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്കൊരു ഡയറ്റ് പ്ലാൻ, ഗുഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ സെറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് പോയിന്റ് എന്താ, നമ്മൾ എപ്പോഴും പഠിക്കാനിരിക്കുന്ന ഒരു സമയത്ത് ഏറ്റവും നന്നായിട്ട് ക്ലിയർ അല്ലെങ്കിൽ പ്യൂർ ആയിട്ടുള്ള ഒരു എയർ കിട്ടുന്ന സ്ഥലത്ത്, വെന്റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് വേണം നമ്മൾ പഠിക്കാൻ. അല്ലെങ്കിൽ നമ്മുടെ ഒരു മൈൻഡ് എപ്പോഴും കാം ആക്കാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ പഠിക്കാനിരിക്കാൻ പാടുള്ളൂ എന്നാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ പറയുന്നത്. എപ്പോഴും ഒരു തുറസായ സ്ഥലത്ത് ആ എല്ലാം ലൈറ്റും വെയിലും അല്ലെങ്കിൽ കാറ്റും എല്ലാം കിട്ടുന്ന ഒരു സ്ഥലത്ത് ഇരുന്ന് പഠിച്ചാൽ അതൊരു ഫ്രഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ന്യൂ ആയിട്ടുള്ള ഒരു ബോണ്ട് പോലെ നമുക്ക് ഫീൽ ചെയ്യില്ലേ. അപ്പം അത് നമ്മുടെ സ്ട്രെസ്സിനെ അത്രയും റിലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നാ പറയുന്നത്. പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ്, നമ്മൾ എപ്പോഴും ഓൾമോസ്റ്റ് എല്ലാ കുട്ടികളും സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാറുണ്ട് അല്ലെ, കഴിക്കാൻ സമയം കിട്ടാഞ്ഞിട്ട് അല്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റാഞ്ഞിട്ട് ഒഴിവാക്കുന്ന ഒരു സാധനമാണത്. ഏറ്റവും കൂടുതൽ നമ്മൾ ഒഴിവാക്കുന്ന ഫുഡ് ഐറ്റം അതാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഏറ്റവും നന്നായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ട ഒരു സമയമാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. സോ അത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ ആ ഒരു സംഗതി സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെമ്മറി പവറിനെ, നമ്മുടെ ബ്രെയിനിനെ അത് അത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യും എന്നാണ് പറയുന്നത്. ഇനിയോ നെക്സ്റ്റ് പാർട്ടിൽ പറയുന്നത് എന്താ, നമുക്കൊരു കോൺസെൻട്രേഷൻ ലെവൽ വേണം അല്ലെ. നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തുകൊണ്ടാണ് മറന്നു പോകുന്നത്? അപ്പം എക്സാം ഒക്കെ എഴുതുന്ന സമയത്ത് നമ്മൾ എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ പഠിച്ച സാധനം ഒന്നും ഓർമ്മയുണ്ടാവില്ല. സോ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിന് വേണ്ടി മാത്രമാണ് നമ്മളത് പഠിക്കുന്നത്. അങ്ങനെ ചെയ്യാതെ കോൺസെൻട്രേഷനോട് കൂടി പഠിക്കുക.
പഠിച്ച കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. നമ്മുടെ ലൈഫിൽ അത് എവിടെയെങ്കിലും നമുക്കൊന്ന് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുമോ, അങ്ങനെ പഠിച്ചു നോക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏറ്റവും നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാനും കോൺസെൻട്രേഷൻ ലെവൽ കൂട്ടാനും സഹായിക്കും എന്നാണ് നമ്മുടെ ഓഥർ പറയുന്നത്. നെക്സ്റ്റ് ആയിട്ട് അടുത്ത ഭാഗത്തിൽ പറയുന്നത് 4 കാര്യങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. നമ്മുടെ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാനുള്ള 4 ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സിനെ പറ്റിയിട്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ടൈം മാനേജ്മെന്റ് ആണ്. നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഡെയിലി ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ റൊട്ടീൻ ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ കൂടെ നമുക്ക് 2-3 പാർട്ടായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റണം. ഫസ്റ്റ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, രണ്ടാമത് ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട്, മൂന്നാമത്തത് റൊട്ടീൻ ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഡെയിലി ലൈഫ് ആക്ടിവിറ്റീസ് എല്ലാം നമ്മുടെ റൊട്ടീൻസ് ആണ്. നമ്മളൊരു എയും ബിയും മാത്രം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബോറടിക്കും, ഡെഫിനറ്റ്ലി നമുക്ക് ബോറടിക്കും. സോ വി വാണ്ട് ടു മിക്സ് അപ്പ് വിത്ത് ദ റൊട്ടീൻസ്. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന റൊട്ടീൻസുമായിട്ട് നമ്മുടെ പഠിത്തമോ അല്ലെങ്കിൽ ബാക്കി നമ്മുടെ വർക്കോ എല്ലാം കൂടെ മിക്സപ്പ് ചെയ്ത് ചെയ്താൽ നമുക്കൊരു ടൈം മാനേജ് ചെയ്യാനും നമ്മുടെ ബാക്കി കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് പഠിക്കാനും കഴിയുമെന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്താ? എക്സസൈസ് ചെയ്യുക. നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ബ്രെയിനിനെ എപ്പോഴും ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ ഒന്ന് കാമായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് എക്സസൈസ് ചെയ്യുക എന്ന് പറയുന്നത്. സോ നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ പറയുന്നുണ്ട്, നമ്മുടെ റിസ്റ്റിന്റെ അവിടെയൊക്കെ പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് വേണ്ടിയിട്ട്, ബോഡി എപ്പോഴും ഒന്ന് കാമായിരിക്കാൻ വേണ്ടിയിട്ട്, ഒരു റിലീഫ് മൈൻഡ് ആവാൻ വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. ആൻഡ് നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഹോബീസ് ആണ്. ഹോബീസ് നമുക്ക് എപ്പോഴും സ്ട്രെസ് ഉള്ള സമയത്ത്, ഇപ്പം മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ആർക്കാണെങ്കിലും സ്ട്രെസ് ഭയങ്കരമായിട്ട് ഇങ്ങനെ മൈൻഡ് ആകെ ഡിസ്റ്റർബ്ഡ് ആയിരിക്കുന്ന സമയത്ത് നമ്മളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് പാട്ട് പാടുക അല്ലെങ്കിൽ പാട്ട് കേൾക്കുക, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, മൂവി കാണുക, ബുക്സ് വായിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ബുക്സ് വായിക്കുക. നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ലൈഫിൽ നമ്മൾ ഹാപ്പി ആക്കാൻ പറ്റിയിട്ടുള്ള ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യുക. ഇതെല്ലാം നമ്മുടെ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ സ്ട്രെസ്സിൽ നിന്ന് റിലീഫ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. ആൻഡ് ദ ഫൈനൽ പോയിന്റ് ഇസ് തിങ്ക് പോസിറ്റീവ്ലി. എന്തൊരു കാര്യമാണെങ്കിലും നമ്മൾ നെഗറ്റീവായി ചിന്തിച്ചാൽ പിന്നെ അത് മൂവ് ഓൺ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? പക്ഷെ അത് പോസിറ്റീവായിട്ടാണെങ്കിലോ നടക്കില്ലെന്ന് നമുക്ക് അറിയെങ്കിൽ പോലും അത് നടക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ളൊരു വേയിൽ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ എല്ലാ കാര്യങ്ങളും നമുക്കൊരു ഹാപ്പി എൻഡിങ്ങിലൂടെ അവസാനിപ്പിക്കാൻ പറ്റില്ലേ? പിന്നെ നമുക്ക് സ്ട്രെസ് എന്ന് പറയുന്ന ഒരു വേർഡിന്റെ ആവശ്യമേ ഉണ്ടാവില്ല. സോ ഓൾ ദ ടൈം തിങ്ക് പോസിറ്റീവ്ലി. ആ ഒരു വേർഡോടുകൂടി നമുക്ക് ഈ ഒരു ചാപ്റ്റർ നിർത്താം. എല്ലാ കാര്യങ്ങളും സ്ട്രെസ് റിമൂവ് ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റട്ടെ, അങ്ങനെ ചെയ്യണമെന്നാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലൂടെ കംപ്ലീറ്റ് ആയിട്ട് പറയുന്നത്.